പശ്ചിമ നിറഞ്ഞ മലകളുടെ നടുക്ക് ഒരു വിചിത്രമായ ഗ്രാമമുണ്ടായിരുന്നു, കദ്ദുപൂർ. ഈ ഗ്രാമം തന്റെ പേര് കാരണമല്ല, അതിന്റെ വിനോദമായ സ്ഥലം കാരണം പ്രസിദ്ധി ആർജിച്ചതാണ്. കാരണം ഈ മൊത്ത ഗ്രാമവും ഒരു വലിയ മത്തങ്ങയുടെ അകത്താണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ആ മത്തങ്ങയുടെ അകത്ത് അത്ര വലിയ കൊട്ടാരമുണ്ടായിരുന്നു, ആ ഗ്രാമം മുഴുവൻ അവിടെ താമസിക്കാനാകും. അല്ല, എന്താടി കമലേ, നീ എന്താണ് ആലോചിക്കുന്നേ? അതൊന്നുമില്ല മായമേ, നമ്മുടെ ബിറ്റു ഉണ്ടല്ലോ, രാവിലെ തന്നെ എവിടേക്കോ പോയി, എവിടേക്കാണെന്ന് അറിയില്ല. രാവിലെ കളിക്കാൻ ചെന്നവൻ ഇതുവരെ തിരികെ വന്നില്ല. അല്ല, ഇതിൽ വിഷമിക്കാൻ എന്താണുള്ളതെന്ന് പറ. ഇവിടെ എവിടെയെങ്കിലും കാണും. നമ്മുടെ ഈ വലിയ ഗത്തുപൂർ ഗ്രാമത്തിനെ വിട്ട് ആരും പുറത്തു പോകാനാകില്ല. കാരണം ഇവിടെ നിന്ന് പുറത്തു പോകുന്നത് കഴിയാത്ത കാര്യമാണ്. നീ വിഷമിക്കല്ലേ, അവൻ ഇവിടെ എവിടെയെങ്കിലും കാണും. ആവശ്യമില്ലാതെ വിഷമിക്കേണ്ട. അതെ, നിങ്ങൾ പറയുന്നത് നേരാണ്, മായമ്മ പറഞ്ഞത് നേരാണ്. ഈ കദ്ദുപൂർ ഗ്രാമത്തിൽ നിന്നും പുറത്തു പോകുന്നത് അത്ര എളുപ്പമല്ല. ഈ കദ്ദുപൂറിലെ ജീവിതം വളരെ മനോഹരമായിരുന്നു, പക്ഷെ കുറച്ച് വെറുപ്പായിരുന്നു. വയസ്സന്മാർ പുറം ലോകത്തിന്റെ പുരാതന കഥകൾ പറയും, പക്ഷെ ആ ലോകം എങ്ങനെയാണെന്ന് അവർ ഇതുവരെ കണ്ടിട്ടില്ല, വെറുതെ കേട്ടിട്ടേ ഉള്ളൂ. ബിട്ടു, നീ എന്താണ് ആലോചിക്കുന്നേ? ഞാൻ എന്താ ആലോചിക്കുന്ന വെച്ചാ, ആ ജനാലയിലിരുന്ന് വരുന്ന പ്രകാശം എവിടെ നിന്നാലും വരുന്നതെന്ന് ആലോചിക്കുന്നു. എവിടെ നിന്നാൽ? സൂര്യനിൽ നിന്നും വരുന്നു. മണ്ട, ഇതുപോലും നിനക്കറിയില്ലേ? ആ, ഇത് എനിക്കറിയാം, പക്ഷേ അത് നേരാണോ? എന്ന് വെച്ചാൽ? അത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതെല്ലാവറ്റിനെയും പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇതെല്ലാം നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതാണോ എന്തോ? ഇല്ല. അതിന്? അതായത് ഇതെല്ലാം തെറ്റായിരിക്കുമെന്ന് നിനക്ക് തോന്നിയിട്ടില്ലേ? പക്ഷേ ഗുരുജി എന്തിനു നുണ പറയണം? അവർ നുണയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്താ പറയാൻ വരുന്നു വെച്ചാൽ, നമുക്ക് പഠിപ്പിച്ചു തന്നതെല്ലാം നേരാണോ കള്ളമാണോ അത് അറിയേണ്ടത് നമ്മളുടെ ഉரிമയാണ്. നീ പറയുന്നത് നേരാണ്, പക്ഷെ ഇതൊക്കെ നീ എങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യും? കാരണം ഈ ഗത്തുപൂരിൽ നിന്നും പുറത്തു പോകാൻ ഒരു വഴിയുമില്ലല്ലോ. ഒരുപക്ഷെ വഴി കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചാലും നമ്മളെ ആരും അതിന് സഹായിക്കില്ല. എന്താണെന്ന് പറ. എന്തിനാ? കാരണം ഈ വലിയ മത്തങ്ങയിൽ എല്ലാം തന്നെ ഉണ്ട്. കൃഷിയുണ്ട്, മൃഗങ്ങളുണ്ട്, പശുക്കളുണ്ട്, എല്ലാവർക്കും ദിവസവും ജോലിയുമുണ്ട്. ചിലർ കൃഷി ചെയ്യും, ചിലർ ഇരുമ്പ് പണി ചെയ്യും. എല്ലാം ഇവിടെ കിട്ടുമ്പോൾ ആര് നിന്നെ സഹായിക്കാനാ? ഒരു പക്ഷേ എന്നെ അവരും സഹായിച്ചിട്ടില്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പ്രശാന്തമായി ഇരിക്കണമെന്ന് അർത്ഥമില്ലല്ലോ. നോക്ക് ചുട്കി, ഈ ഗ്രാമത്തിൽ ശരിക്കും എല്ലാം തന്നെ ഉണ്ട്. ഒരു പക്ഷേ നമ്മൾ പുറത്തു പോയാൽ എവർക്കറിയാം, നമുക്ക് പുതിയ സാധനങ്ങൾ കാണാൻ അവകാശം കിട്ടുമല്ലോ. അത് കാരണം നമ്മൾ ഗ്രാമത്തിലേക്ക് സഹായം കിട്ടും. ശരി, എന്നാൽ നമ്മൾ രണ്ടുപേരും ചേർന്ന് ഈ ഗ്രാമത്തിൽ നിന്നും പുറത്തു പോകാനുള്ള വഴി ആലോചിക്കാം. ഇങ്ങനെ തന്നെ പറയണം. ദൈവമേ, ഒരുവിധം ബിട്ടു തന്റെ കാര്യത്തിന് ചുക്കിയെ സമ്മതിപ്പിച്ചു. ഇപ്പോൾ രണ്ടുപേരും ചെന്നു ഗ്രാമത്തിലെ പ്രസിദ്ധമായ മന്ത്രവാദി ദാദാ ജിങ്കാലുവിനെ കാണാൻ. ദാദാ ജിങ്കാലു ഒരുപാട് വർഷങ്ങളായി ഈ ഗ്രാമത്തിൽ ഉണ്ടത്രേ. അതായത് ഈ ഗ്രാമം ഉണ്ടായ കാലം മുതലേ. ഇത്ര വർഷങ്ങൾ കടന്നുപോയി, അദ്ദേഹത്തിന്റെ ശബ്ദവും അറിയില്ല, അദ്ദേഹത്തിന്റെ രൂപവും അറിയില്ല. ഇപ്പോഴും കാണാൻ അദ്ദേഹം യൗവനനാണ്. ആരാണിത് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്? ബിട്ടു ചുട്കിന്റെ ജോഡിയാണോ? ശരി, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്താ അറിയണം? ചേട്ടാ, അത് കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളാണ് ഈ ഗ്രാമത്തിൽ വലിയ മൂത്ത ആള്. എന്ന് വെച്ചാൽ ഈ ഗ്രാമത്തിനെ പറ്റി നിങ്ങൾക്ക് എല്ലാം അറിഞ്ഞിരിക്കും. അതെ അതെ, എനിക്ക് എല്ലാം അറിയും. ശരി, വരൂ, ഗദ്ദുപൂരിന്റെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എനിക്ക് ഇന്നും എല്ലാം ഓർമ്മയുണ്ട്. പല കൊല്ലങ്ങൾ മുൻപ് ഒരു ഗാലി മൈതാനത്തിൽ ആകാശത്തിൽ നിന്ന് ഒരു മായ വിത്തനം വീഴുന്നു. ആ വിത്ത് ഒരു വലിയ മത്തങ്ങയായി മാറി. അത് എത്രയും വലുതെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് ഉള്ള എല്ലാ സാധനങ്ങളും ചെറുതായി തോന്നി. അന്ന് ഗ്രാമത്തിലെ മക്കൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മഴ കാരണം വിഷമത്തിലായിരുന്നു. അവരെല്ലാവർക്കും ആ മത്തങ്ങയെ കാട്ടിലും സുരക്ഷിതയായ സ്ഥലം ഒന്നുമില്ലായിരുന്നു. പിന്നെ എന്താ, ഗ്രാമത്തിലെ എല്ലാ മക്കളും ആ മത്തങ്ങയിനെയെ തങ്ങളുടെ ലോകമായി മാറ്റി. എന്നിട്ട് അതിൽ തന്നെ അവരുടെ വീടും കട്ടി. ആ, ഇത് ഞങ്ങൾക്കും അറിയാം. പിന്നെ നീ എന്താ അറിയാനും ബിട്ടു? ഞങ്ങൾ ഈ കൊട്ടാരത്തിൽ നിന്നും പുറത്തു പോകാനുള്ള വഴി കണ്ടുപിടിക്കണം. എന്ത്? ഈ കൊട്ടാരത്തിൽ നിന്നും പുറത്തു പോകാനുള്ള വഴിയോ? അതെ സാറേ. പക്ഷേ എന്തിനാ? നമ്മളുടെ ഈ കൊട്ടാരത്തിൽ നിന്ന് നിങ്ങൾ എന്തിനാ പുറത്തു പോകാനുള്ളത്? കാരണം ഞങ്ങളുടെ ജീവിതം ഈ ഗ്രാമത്തിൽ തന്നെ ഇരിക്കാൻ പാടില്ലായിരുന്നു. ബിട്ടു പറഞ്ഞത് കേട്ടതും അദ്ദേഹം ഒരുപാട് സന്തോഷിച്ചു. ഇത്ര വർഷത്തിന് ശേഷം ആരോ ഒരാൾക്ക് ഈ മാന്ത്രിക ലോകത്തിന് പുറം കാണണമെന്ന് ആഗ്രഹം വന്നിരിക്കുന്നു. അദ്ദേഹം ഒട്ടും സമയം പാഴാക്കാതെ ഒരു കണ്ണാടി ഉരുണ്ട ബോൾ എടുത്തു.
അല്ല സാറേ, ഇതെന്താണ്? ഇത് തീർച്ചയായും എന്തെങ്കിലും മാന്ത്രികമായിരിക്കും. വളരെ ശരിയായി പറഞ്ഞു ചുട്കി മോളെ. ഇത് ഒരു മാന്ത്രിക കണ്ണാടി ബോളാണ്. ഇതിൽ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും തീരുമാനം കിട്ടും. അത് നേരാണോ? അതെ, നമ്മളിപ്പോൾ ഇതിൻ്റെ അടുത്ത് ചോദിക്കാം. ഇവിടെ നോക്ക് കണ്ണാടി ബോൾ, നിന്റെ അത്ഭുതം കാണിക്കൂ. ഈ കൊട്ടാരത്തിൽ നിന്നും പുറത്തു പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ആ മാന്ത്രിക ഉരുണ്ടയിൽ കാറ്റ് വീശാൻ തുടങ്ങി. അതിലൊരു പുസ്തകത്തിന്റെ രൂപം കണ്ടു. അത് കണ്ടതും ബിട്ടുവും ചുക്കിയും നല്ല രീതിയിൽ മനസ്സിലാക്കി. അതായത് ആ പുസ്തകമാണ് എല്ലാ പ്രശ്നത്തിനുമുള്ള തീരുമാനമെന്ന്. ഉടനെ അവർ അവരുടെ തിരച്ചിൽ തുടങ്ങി. മാന്ത്രിക ഉരുണ്ട പറഞ്ഞത് കേട്ടിട്ട് ബിട്ടുവും ചുക്കിയും അവരുടെ തിരച്ചിൽ തുടങ്ങി. അവരാ മത്തങ്ങയുടെ മുകളിലുള്ള വരകളിലേക്ക് ചെന്നു. പിന്നെ പശ്ചിമ നിറഞ്ഞ വഴിയിൽ കൂടി അവർ സഞ്ചരിച്ചു. പക്ഷെ ആ മാന്ത്രിക ഉരുണ്ടയിൽ പറയപ്പെട്ട ആ രഹസ്യമായ പുസ്തകം അവർക്കെവിടെയും കിട്ടിയില്ല. മതി, ഒരുപാട് തിരഞ്ഞു, എനിക്ക് ഒരുപാട് ടയേർഡായി. പക്ഷെ ആ രഹസ്യ പുസ്തകം എവിടെയും കിട്ടിയില്ല. നിദാനമായി ഇരിക്കു ചുട്കി. നമ്മൾ ഇത്രയും വേഗത്തിൽ തോൽവിയേറ്റാൽ എങ്ങനെ പറ്റും പറയൂ? നോക്ക്, എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ നമ്മൾ ഇനിയും തേടണം. നമുക്ക് തീർച്ചയായും എന്തെങ്കിലും ഒന്ന് കിട്ടും. പാവം ബിട്ടു. അവൻ തോൽവി സമ്മതിച്ച് ചുക്കിക്ക് സമാധാനം പറഞ്ഞു. പക്ഷെ മനസ്സിനകത്ത് അവനും ഒരുപാട് തളർന്നുപോയി. അപ്പോഴാണ് ആ കൊട്ടാരത്തിന്റെ ഒരു വശത്ത് അവൻ ശ്രദ്ധിച്ചത്. അവിടെ കുറച്ച് പഴയ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ഷേടാ, എന്താ ഇത്? ഈ ആയുധങ്ങളെല്ലാം എന്തിനാ ഇവിടെ ഉള്ളത്? വിചിത്രമായിട്ടുണ്ടല്ലോ. എവരെങ്കിലും ഇതിനെ ഇങ്ങനെ വിട്ടിട്ട് പോവോ? ശരി, ഞാനിത് എടുത്ത് ചെന്തി എന്തെങ്കിലും നല്ല സ്ഥലത്ത് വെച്ചിട്ട് വരാം. ബിട്ടു ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ആ ആയുധങ്ങൾ എടുക്കാനായി ചെന്നു. വലിയ അതിശയം സംഭവിച്ചു. ഏത് പുസ്തകമാണോ അവർ ആ ഗ്രാമം മൊത്തം തേടിയത്, അവർക്ക് ആ പുസ്തകം അവിടെ നിന്നും കിട്ടി. ആ സ്ഥലത്ത് ആരും ഒരിക്കലും തന്നെ ശ്രദ്ധിച്ചിട്ടില്ല. വാവ്, എങ്ങനെയെങ്കിലും ഇത് എനിക്ക് കിട്ടിപ്പോയി. ചുട്കി, വേഗം വരൂ, ഇവിടെ നോക്ക്, എനിക്ക് ആ പുസ്തകം കിട്ടി. ഈ വലിയ മത്തങ്കൈ കൊട്ടാരത്തിൽ നിന്നും പുറത്തു പോകാനുള്ള വഴി. നീ എന്താണ് ഈ പറയുന്നേ? ഇത് യഥാർത്ഥത്തിൽ അതിശയമാണ്. ആ രഹസ്യ പുസ്തകം കിട്ടിയതും തന്നെ ബിട്ടുവും ചുക്കിയും ഒരുപാട് സന്തോഷിച്ചു. ഇപ്പോൾ അവരുടെ വിജയം കൺമുൻപിൽ കണ്ടു. അവരാ പുസ്തകം വായിക്കാൻ തുടങ്ങി. അതിൽ എന്തെഴുതിയിരുന്നാൽ, മായ മത്തങ്ങൈ കൊട്ടാരത്തിൽ നിന്നും പുറത്തു പോകണമെങ്കിൽ ഭക്തിയോടും ശ്രദ്ധയോടും ശ്രമിച്ചു കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇതിൽ വിജയം കിട്ടുന്നത് സാധ്യമല്ല. അയ്യോ, എന്താണിത്? ഈ പുസ്തകം സഹായിക്കുമെന്ന് നോക്കിയപ്പോൾ പേടിപ്പിക്കുന്നു. ഷെടാ ചുട്കി, എന്തിനാ പേടിക്കുന്നേ? നീ കേട്ടില്ലേ? നമ്മൾ ശ്രദ്ധയോടും ധൈര്യത്തോടും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും. ശരി, നീ വീണ്ടും വായിക്ക്. വലിയ കൊട്ടാരത്തിൻ്റെ അകത്ത് മത്തിയിൽ തന്നെ ഒരു വലിയ മണി തൊങ്ങിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് 3 പ്രാവശ്യം അത് അടിച്ചാൽ ആ ശബ്ദത്തിൻ്റെ അതിർവ് കാരണം കൊട്ടാരം പൊട്ടിപ്പോവും. അതിനുശേഷം മുക്തി കിട്ടും. അല്ല, ഇത് അതേ മണിയാണ്. പല വർഷങ്ങളായി നമ്മുടെ മുൻപിൽ തൂങ്ങിക്കിടക്കുന്നു. പക്ഷെ അതുപോലും നമ്മൾ അറിഞ്ഞില്ല ഇതാണ് നമ്മുടെ വിമോചനത്തിനുള്ള വഴിയെന്ന്. പക്ഷേ ബിട്ടു, ആ മണി നീ കണ്ടിട്ടുണ്ടല്ലോ, അത് വളരെ വലുതാണ്. അത് വളരെ വെയിറ്റുമാണ്. അതിനേക്കാൾ മുഖ്യം എന്തെന്നാൽ അത് വളരെ മുകളിലാണുള്ളത്. നമ്മൾ അവിടേക്ക് എങ്ങനെ ചെല്ലും? ചുക്കിയുടെ ചോദ്യം ശരിയാണ്. എന്നാലും ബിട്ടു തന്റെ തോൽവി സമ്മതിച്ചില്ല. അവൻ കാര്യങ്ങളെല്ലാം ഗ്രാമത്തിലെ ജനങ്ങളോട് പറഞ്ഞു. പിന്നെ അവരോട് സഹായം ചോദിച്ചു. ബിട്ടു പറഞ്ഞത് കേട്ട് സന്തോഷിച്ച് ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം കൊട്ടാരത്തിൽ ഒന്നിച്ചു. എന്നിട്ട് ഓരോരുത്തരുടെ മുകളിൽ കേറി നിൽക്കാൻ തുടങ്ങി. കുറച്ചു സമയത്തിനകം മനുഷ്യന്മാരൊക്കെ ഒരു കെട്ടിടമായി നിന്നു. വാവ്, ഇത് യഥാർത്ഥത്തിൽ അതിശയമാണ്. ശരി ബിട്ടു, ഇപ്പോൾ മുകളിൽ കയറി ആ ബെല്ല് 3 വട്ടം അടിക്ക്. ചുക്കി പറഞ്ഞത് കേട്ടതും ബിട്ടു വളരെ ഉത്സാഹത്തോടെ മുകളിലേക്ക് കയറി. എന്നിട്ട് ദൈവത്തിന്റെ നാമം ജപിച്ച് അവൻ ആ ബെല്ലടിച്ചു. നമഃശിവായ, ഉച്ചത്തിൽ പറയൂ, നമഃശിവായ. ബിട്ടു തന്റെ ബലം ഉപയോഗിച്ച് 3 പ്രാവശ്യം ആ ബെല്ലടിച്ചു. പിന്നെ അപ്പോൾ തന്നെ ഭൂകമ്പം വന്നതുപോലെ ഭൂമി പിളരാൻ തുടങ്ങി. കുറച്ചു സമയത്തിനകം ആ മുഴുവൻ മാളികയും മത്തങ്ങയുടെ മണൽ കൂമ്പാരം പോലെയായി. എല്ലാരും ആ മത്തങ്ങയിൽ നിന്നും പുറത്തേക്ക് വന്നു. ഇതാണ് വിചാരിച്ചത്. കണ്ടില്ലേ ചുട്കി, നമ്മളുടെ കഷ്ടം വിജയിച്ചു. നമ്മൾ എല്ലാവർക്കും മുക്തി കിട്ടി. ബിട്ടു പറഞ്ഞത് കേട്ട് എല്ലാരും ചിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ബിട്ടു തിരിഞ്ഞു നോക്കിയത്. അവിടെ പല വർഷങ്ങളായി അവന്റെ വീടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ അവിടെ വെറും മണലായിരുന്നു. കൊട്ടാരം അവിടെ ഇല്ല.
പക്ഷെ അവനറിയാം ആ മത്തങ്ങയും മാളികയും എന്നും അവന്റെ മനസ്സിൽ ജീവിച്ചിരിക്കും. പക്ഷെ ഇപ്പോൾ മുൻപിലുണ്ടായിരുന്നത് പുതിയ ജീവിതം, ഒരു പുതിയ സ്ഥലം, യഥാർത്ഥ സ്വാതന്ത്ര്യവും വിശ്വാസവും നമ്മളെ നമ്മുടെ പഴയ ജീവിതത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് ഒരു പുതിയ ലോകത്തേക്ക് കൊണ്ടുപോകും. പിന്നെ ഒരു ഗ്രാമം തന്നെ ഒന്നിച്ചു നിന്നാൽ അവിടെ നമ്മൾ വിതയ്ക്കുന്ന ഓരോ വിത്തുകളും മുളയ്ക്കുന്നതായിരിക്കും.